വൈ ഡിഡ് ജീസസ് കെയിം? എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ഒന്ന്, ഫോർ അറ്റോൺമെൻറ്റ് ദാറ്റ് വി കനോട്ട് ഡു ബട്ട് ജീസസ് ഡിഡ് ഓൺ ദ ക്രോസ്. പാപപരിഹാരത്തിനായി, പ്രായശ്ചിത്ത ബലിയായി തീരുവാൻ, മാനവജാതിയുടെ വീണ്ടെടുപ്പിന്, വിടുതലിന് ആമേൻ തൻ്റെ ശരീരം നുറുക്കപ്പെട്ടു കാൽവറി ക്രൂശിൽ ബലിയായി ആ രക്തനിമിത്തമായി നമ്മെ വിടുവിപ്പാനായിട്ട് കർത്താവ് കടന്നു വന്നു. അത് നമുക്ക് കഴിയത്തില്ല, മറിച്ച് കർത്താവിന് കഴിയുകയുള്ളൂ. അവനത് ക്രൂശിൽ നിർവഹിച്ചു. രണ്ടാമത്, ഫോർ മിനിസ്ട്രി ദാറ്റ് വി ക്യാൻ ഡു ആൻഡ് വി മസ്റ്റ് ഡു. ശുശ്രൂഷയ്ക്കായിട്ടാണ്, സേവനത്തിനായിട്ടാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാൻ. ദാറ്റ് വി ക്യാൻ ഡു ആൻഡ് വി മസ്റ്റ് ഡു. ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയും, സേവനങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. അത് തീർച്ചയായിട്ടും നാം ചെയ്തേ മതിയാകുള്ളൂ. 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്തു. ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, പാപികളോടുകൂടെ, ചുങ്കക്കാരോടുകൂടെ, ആമേൻ ആശ്രയമില്ലാത്തവരുടെ, ആവശ്യത്തിലിരിക്കുന്നവരോടുകൂടെ ആമേൻ അവൻ സഹകരിച്ച് അനേകർക്ക് ജീവൻ നൽകി, സൗഖ്യം നൽകി, അത്ഭുതങ്ങൾ നൽകി, അനേക പറഞ്ഞ് എണ്ണി തീർക്കുവാൻ കഴിയുകയില്ല. സോ നാം ശുശ്രൂഷ ഇന്ന് ചെയ്യണം. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മൂന്നാമത്തത്, ഫോർ എംപവേർഡ് ദ ലീഡേഴ്സ് ബൈ എക്യുപ്പിംഗ്. ദൈവരാജ്യത്തിനായി ദൈവജനത്തെ സജ്ജരാക്കി, അതിൽ നിന്നും ചില നേതാക്കന്മാരായി അവരെ വളർത്തിയെടുത്ത് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി അവരെ ഉപയോഗിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെതായ കൃപ, അവൻ്റെ അഭിഷേകം, ആ ദൈവവചനം, അവനിൽ പിതാവ് കൊടുത്തിരുന്നതായ വചനം ഉൾപ്പെടെ എല്ലാം നിയോഗങ്ങൾ തൻ്റെ ജനത്തിന്, ശിഷ്യന്മാർക്ക് അഥവാ നമുക്ക്, ശുശ്രൂഷകന്മാർക്ക്, ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക്, സുവിശേഷകന്മാർക്ക്, ഇന്നത്തെ പുതിയ നിയമ വിശ്വാസികൾക്ക് അവൻ നൽകുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം മാതൃകയാക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും പഠിപ്പിക്കലും ഉപദേശവുമാണ്, അവൻ്റെ രീതികളാണ് നാം പിന്തുടരേണ്ടത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിൻ്റെ രീതികളനുസരിച്ചും ശൈലി അനുസരിച്ചും ഒക്കെ ആയിരുന്നു അവർ പ്രസംഗിച്ചിരുന്നത്, അവർ ശുശ്രൂഷിച്ചിരുന്നത്, അവർ ജനത്തെ വിടുവിച്ചിരുന്നത്. ദ മോഡൽ ആൻഡ് പാറ്റേൺ ഓഫ് ജീസസ് മിനിസ്ട്രി, അവൻ്റെ രീതികൾ. ആമേൻ, ഹല്ലേലൂയ. സോ നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, ദൈവവചന ചിന്തയിൽ, പ്രസംഗത്തിൽ, ശുശ്രൂഷകളിൽ എല്ലാം we have to follow the model and pattern of Jesus and his apostle. പുതിയ നിയമ സഭയിൽ, the first century, we can see all these things. അവർ ചെയ്തിരുന്നത്, അവർ പഠിപ്പിച്ചിരുന്നത്, അവർ പിന്തുടരുന്നത്. ഞാൻ മുൻപ് 1-2 ഭാഗങ്ങളിൽ പറഞ്ഞല്ലോ, അന്ന് വിശുദ്ധ ബൈബിൾ ലഭിച്ചിരുന്നില്ല, സുവിശേഷങ്ങളോ അതുപോലെയുള്ളതായ ലേഖന ഭാഗങ്ങളൊന്നും അവർക്ക് എഴുതപ്പെട്ട് ലഭിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് അവർക്ക് കൊടുത്തിരുന്നത്, ഇന്ന് ഞായറാഴ്ച ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ കേൾക്കുന്ന മെസ്സേജ് വീട്ടിൽ വരുമ്പോൾ മറന്നു പോകുന്നവരാ. എന്നാൽ 3.5 വർഷക്കാലം രാവും പകലും പഠിപ്പിച്ചത് അവർ ഹൃദിസ്ഥമാക്കി, അത് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത്ര ആവശ്യമായിരുന്നു അവർക്കത്. ഇന്ന് നമുക്കത് ആവശ്യമില്ല. നമുക്ക് ഞായറാഴ്ചത്തേക്കൊരു മീറ്റിംഗ്, ഒരു ആരാധനയ്ക്ക് ചെയ്താൽ മതി. പക്ഷേ അവരങ്ങനെയല്ല. അവർ ദിനം പ്രതി കൂടി വന്നിരുന്നു. അവർ ഒരിക്കലും ദൈവവചനം മറന്നില്ല. യേശു കർത്താവ് എന്ത് പറഞ്ഞോ അവൻ്റെ രീതികൾ അവർ അതുപോലെ അഡോപ്റ്റ് ചെയ്തു. അവരത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. അവർക്ക് മറ്റൊന്നും അവർ ചിന്തിച്ചില്ല. അവർക്ക് കുടുംബമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവർ യേശു ക്രിസ്തുവിനും അവൻ്റെ ഉപദേശത്തിനും വില കൊടുത്ത് അതിന്
അതിനുവേണ്ടി അവരെ തങ്ങളെ ഏൽപ്പിച്ച് ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു വലിയ ഭാരം അവരുടെ ഹൃദയത്തിൽ കർത്താവിൽ നിന്നും അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. കൊയ്ത്ത് വളരെയുണ്ട്, പക്ഷെ വേലക്കാർ ചുരുക്കമാണ്. സത്യവേലക്കാരായിരിക്കുന്ന അവർ കർത്താവ് എന്ത് പറഞ്ഞോ പഠിപ്പിച്ചോ ചെയ്തോ ആ രീതികളെയും പാറ്റേണുകളെയും അവർ സ്വീകരിച്ച് അതനുസരിച്ച് മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. സോ ദ മോഡൽ ആൻഡ് പാറ്റേൺ ഓഫ് ജീസസ് മിനിസ്ട്രി ദേ ഡിഡ്. അവരതാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഈ പുതിയ നിയമ സഭയിൽ അല്ലെങ്കിൽ നാം ഇന്ന് ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, യേശുവിൻ്റെ മോഡൽ, അപ്പോസ്തലന്മാരുടെ പാറ്റേൺ മാത്രമേ നാം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ വേല ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതേ പാടുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയാണെന്ന് എനിക്ക് ഈ മെസ്സേജിൽ കൂടി പറയേണ്ടി വരുന്നത്. ഹൗ വാസ് ജീസസ് മിനിസ്ട്രി ലൈക്ക്? Jesus' ministry we can divide in three parts, three categories of ministry Jesus was done. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള രീതികൾ പ്രധാനമായിട്ട് 3 രീതികളായിരുന്നു. അവൻ്റെ പ്രസംഗങ്ങളും ശുശ്രൂഷകളും പഠിപ്പിക്കലുകളും 3 രീതികളിലായിരുന്നു, കാറ്റഗറീസ്. സോ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 3 പാർട്സ്. 3 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. അതിലൊന്നാമത്തത് മിറക്കിൾ, അത്ഭുതങ്ങൾ. മിറക്കിൾ, അത്ഭുതം. ദാറ്റ് ജീസസ് വാസ് പ്രൂവ് ദാറ്റ് ഹീ ഈസ് ദ മെസ്സായ ടു ദി ജ്യൂസ്. യഹൂദന്മാരോട് യേശു താൻ വാഗ്ദത്ത മശിഹായാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മശിഹായാണെന്നുള്ളത് അവരെ തെളിയിച്ച് കാണിപ്പാൻ യഹൂദന്മാർക്ക് വേണ്ടി ചെയ്തതാണ് അത്ഭുതങ്ങൾ. യേശു എന്തിനാണ് അത്ഭുതങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. താൻ വാഗ്ദത്ത മശിഹായാണ്, യഹൂദന്മാരുടെ മുമ്പിൽ അത് തെളിയിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത് പാരബിൾ. ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് ജീസസ് മിനിസ്ട്രി ഈസ് ഉപമകൾ. Jesus said many times that the kingdom of heaven is like this. Parable of sower and many more parables. യേശു പലപ്പോഴായിട്ട് പല ഉപമകളും തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഉപമകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വിതയ്ക്കുന്നവൻ്റെ ഉപമ, അതാണ് കീ പാരബിൾ, പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത്. വിതയ്ക്കുന്നതിൻ്റെ ഉപമ, കളയുടെ ഉപമ, കടുകുമണിയുടെ ഉപമ, നിധിയുടെ ഉപമ, വലയുടെ ഉപമ, വീട്ടുടയൻ്റെ ഉപമ. അങ്ങനെ യേശുവിൻ്റെ ഉപമകളെല്ലാം അദൃശ്യമായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു ഉപമകൾ. ഒന്നാമത്തേത് മിറക്കിൾ, അത്ഭുതങ്ങളെന്ന് പറയുന്നത് താൻ മശിഹയാണെന്ന് യഹൂദനെ മുമ്പിൽ അവരെ ബോധിപ്പിക്കുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പാരബിളാണ്, അല്ലെങ്കിൽ ഉപമകളായിരുന്നു. അതെന്തിനായിരുന്നു? അദൃശ്യമായിട്ടുള്ള ഒരു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ്. ആ രാജ്യത്തേക്കാണ് നാം പോകേണ്ടത് എന്നുള്ളത് ഉപമകളിൽ കൂടി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ, അന്നത്തെ കാലഘട്ടത്തെ ജനത്തെ, അഥവാ ഫസ്റ്റ് ഓഡിയൻസ്, അവരായിരുന്നു ഫസ്റ്റ് ഓഡിയൻസ്. അത് കഴിഞ്ഞിട്ട് വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മൂന്നാമത്, ദ തേർഡ് പാർട്ട് ഓഫ് മിനിസ്ട്രി ഈസ് ഹിസ് കമാൻഡ്മെൻറ്റ്സ്. കർത്താവിൻ്റെ കൽപ്പനകളാണ്. ജീസസ് ലോസ്, നിയമങ്ങൾ ഫോർ ദി കിങ്ഡം ഓഫ് ഹെവൻ. ദൈവരാജ്യത്തിലേക്ക് പോകേണ്ടതിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടതിനായിട്ടുള്ള ജനം അനുസരിച്ച് അനുകരിക്കേണ്ട, പ്രായോഗികമാക്കേണ്ട കൽപ്പനകളാണ് യേശുവിൻ്റെ പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങളായിരുന്നു. എല്ലാത്തിലും താൻ കൽപ്പന കൊടുത്തു. സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളായിരുന്നവ, കൽപ്പനകൾ. അവ അനുസരിച്ച് തികഞ്ഞവരായെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ശിഷ്യന്മാർ യേശു വിളിച്ചപ്പോൾ അനുസരിച്ചു, എല്ലാം വിട്ടനുസരിച്ചു. അതുപോലെ നാമും എന്തു ചെയ്യണം? യേശു വിളിച്ചപ്പോൾ സകലതും, ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് ഫോളോ ഹിം. അവർക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷേ അവരുടെ തൊഴിലുകളുണ്ട്. ദേ ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് ഫോളോ ജീസസ് ഇൻ ഓൾ മാനർ. തൻ്റെ എല്ലാ നിലയിലും, എല്ലാ മണ്ഡലത്തിലും, എല്ലാ ശുശ്രൂഷയിലും, എല്ലാ അർത്ഥത്തിലും അവനെ അനുഗമിച്ചു. കൽപ്പനകളെല്ലാം അനുസരിക്കണം, പഠിക്കണം. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് അവ. അതിനാണ് കൽപ്പനകൾ കൊടുത്തിരുന്നത്. 12 വയസ്സായ ഇസ്രായേലിലെ കുട്ടികൾ
തങ്ങളുടെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ റബ്ബിമാരുടെ മുൻപിൽ കൽപ്പനകൾ പ്രത്യേകാൽ ആവർത്തന പുസ്തകം മുഴുവൻ മനപ്പാഠം ചൊല്ലി കേൾപ്പിക്കണം. കുട്ടിയുടെ പിതാവ് എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നുണ്ട്, നിൻ്റെ മക്കളെ ഇത് പഠിപ്പിക്കണമെന്ന്, നെറ്റിയിൽ കെട്ടണം, കട്ടിള മേൽ വെച്ചിരിക്കണം, മറന്നു പോകരുത് എന്നൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. മനപ്പാഠം ചൊല്ലി കേൾപ്പിക്കണം. കുട്ടിയുടെ പിതാവിയെല്ലാം അവനെ പഠിപ്പിക്കണമായിരുന്നു. നമ്മളോ, നമ്മുടെ കുട്ടികളോ പഠിക്കുന്നുണ്ടോ? സൺഡേ സ്കൂളിൽ ക്ലാസ് മുതൽ ടീച്ചർ പഠിപ്പിക്കും അത്ഭുതവും ഉപമകളും. ഏത് സൺഡേ സ്കൂളിലും അത്ഭുതവും ഉപമയാണ്, കാനാവിലെ കല്യാണവും അങ്ങനെയൊക്കെയുള്ള. പക്ഷേ കൽപ്പന അത് പഠിപ്പിക്കുകയില്ല. ഏതെങ്കിലും സൺഡേ സ്കൂളിൽ കൽപ്പന പഠിപ്പിച്ച് അന്നത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് പിന്നെ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എങ്കിലും അതിനകത്തും ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കൽപ്പന അത് പഠിപ്പിക്കണം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഫുൾ ഓഫ് ലോസ്, മുഴുവൻ നിയമങ്ങളാണ്, അരുതായികകളാണ്, റെസ്ട്രിക്ഷൻസാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. കൽപ്പനയ്ക്കകത്താണ് നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കൽപ്പന ആരും പറയത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കോപിക്കരുതെന്ന് ആർക്കാണ് പ്രസംഗിക്കാൻ പറ്റുന്നത്? കാരണം ഈ പ്രസംഗിക്കുന്ന പുള്ളിക്കാരനാ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ബൈബിൾ മാറ്റി വെച്ചിട്ട് കൈ ചുരുട്ടുന്ന പുള്ളിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാവട്ടോ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ പാസ്റ്റർമാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഞാൻ പാസ്റ്റർമാരെ കണ്ടിട്ട് ഇതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്താണ് ആളെന്നുകൂടെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ. കനാവിൽ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി സൺഡേ ക്ലാസ്സിൽ പഠിച്ചതാ ഇപ്പോഴും സഭയിലും കേൾക്കാം. പാസ്റ്റർ പ്രസംഗിക്കും വെള്ളം വീഞ്ഞാക്കി എന്ന പ്രസംഗം തന്നെ. എന്നാൽ യേശുവിൻ്റെ കൽപ്പനകൾ ആരും പ്രസംഗിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ബട്ട് ഹിസ് കമാൻഡ്മെൻറ്റ്സ് ഫോർ ഹിസ് ഹോളി ലൈഫ്. കൽപ്പന എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്, അതിനുവേണ്ടി ഒരുക്കപ്പെടേണ്ടതിനുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ മെസ്സേജിൽ ആ വാട്സപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കൽപ്പന എന്താണെന്നും എന്തിനു വേണ്ടിയുള്ളതാണെന്നും അവൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്നു, അവൻ്റെ വിശുദ്ധിയെ വർണ്ണിക്കുന്നു, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമുക്ക് വെളിപ്പെടുത്തായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, കേട്ടവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഹിസ് കമാൻഡ്മെൻറ്റ്സ് ഫോർ ഹിസ് ഹോളി ലൈഫ്. കൽപ്പനകൾ, ഇറ്റ്സ് ഫുൾ ഓഫ് ലോസ് ടു പ്രിപ്പയർ us to enter into the heaven, to maintain the holy life. It is full of restrictions. നിയന്ത്രണങ്ങളാണ്, നിബന്ധനകളാണ്. അതാണ് കൽപ്പനകൾ. അത് വളരെ ഇടുങ്ങിയതായ വഴിയാണ്. അഥവാ അത് എന്താ പറയുക, അനുസരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് പ്രായോഗികമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് അത്ഭുതങ്ങളിൽ നിന്നും ഉപമകളൊക്കെയും പ്രസംഗിക്കുവാനും പറയുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും ഒക്കെ നമുക്കറിയാമല്ലോ. ക്രൂസൈഡ് പ്രസംഗരും അവരൊക്കെ രോഗികൾക്ക് വേണ്ടിയും ഭൂതബാധിതർക്ക് വേണ്ടിയും അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയും കാല് വയ്യാത്തവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എളുപ്പമാണ്. പക്ഷേ കൽപ്പന അനുസരിക്കുന്നില്ല, കൽപ്പന പറയുന്നില്ല. അതാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത്, അതാണ് നമ്മളെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതാണ് അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി അവനോട് അനുരൂപരായി തീരണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ വായിക്കണം, അത് പഠിക്കണം, അതനുസരിക്കണം, അത് പ്രായോഗികമാക്കണം, അത് പഠിപ്പിക്കണം, അത് പ്രസംഗിക്കണം, അനേകരെ ഒരുക്കണം. നാം ഒരുങ്ങുക മാത്രമല്ല മറ്റുള്ളവരെയും അത് ഒരുക്കുവാനായിട്ട് നാം സമയങ്ങൾ കണ്ടെത്തണം. അതിനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ രീതി, താൻ പഠിപ്പിച്ചത് അത്ഭുതങ്ങൾ, ഉപമകൾ എല്ലാം പ്രസംഗിക്കുമെന്നാൽ കൽപ്പനകൾ ആരും പഠിപ്പിക്കുകയില്ലെന്നാണ് ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ട് ഇരുന്നത്. സോ അപ്പോസ്തലപ്രവൃത്തി 3:23 അങ്ങനെ ആ വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 18, 22, 21 വാക്യങ്ങൾ. അപ്പം 19 വാക്യം ഇങ്ങനെ അപ്പോസ്തലപ്രവൃത്തി 22, 21 വാക്യങ്ങൾ 3 അനേക കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വായിക്കുന്നില്ല. യേശുവിൻ്റെ കൽപ്പനകൾ നാം പഠിക്കണം, പഠിപ്പിക്കണം, ഉപദേശിക്കണം, അല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. കർത്താവിൻ്റെ വചനം പഠിക്കാത്തവനും പഠിപ്പിക്കാത്തവനും ശിക്ഷയുണ്ട് കേട്ടോ. ഇത് പഠിപ്പിച്ചില്ലല്ലോ എന്നോർത്ത് എനിക്ക് ശിക്ഷയിൽ നിന്ന് വിടുതൽ ഉണ്ടെന്നോർത്തിരിക്കണ്ട. പഴയ നിയമത്തിൽ കർശനക്കാരനായ ഒരു ദൈവത്തെയാണ് കാണുന്നത്.
ആ ദൈവത്തെ ജനം എന്ത് ചെയ്തു? ഭയപ്പെട്ടു. പഴയ നിയമത്തിൽ ഗോഡ് സെഡ്, ഐ വിൽ പണിഷ് യു ഇഫ് യു ഡോണ്ട് ഒബേ. നീ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് പിതാവായ ദൈവം പഴയ നിയമത്തിൽ അവർക്ക് കൽപ്പന കൊടുത്തു. അതങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിലും യേശു പറയുകയാണ്, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. പുതിയ നിയമത്തിൽ ഓരോ ഭാഗങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവാണ് പിതാവ് തനിക്ക് നൽകിയതായ നമുക്കുള്ള കൽപ്പനകൾ അവൻ പറഞ്ഞു, പഠിപ്പിച്ചു, പ്രാവർത്തികമാക്കി. ആ കൽപ്പനകൾ നാം അനുസരിക്കുന്നില്ല എങ്കിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നില്ല. എന്നാൽ ഈ കൽപ്പനകൾ നാം അനുസരിക്കുന്നു എങ്കിലോ വാക്കും ഭാഷണവും കൂടാതെ നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയാണ് എന്നാണ് യേശു പറയുന്നത്. സോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു, ദ പ്രിൻസിപ്പൾ ഈസ് നോട്ട് ചേഞ്ച്ഡ്. പ്രമാണത്തിനൊന്നും മാറ്റമില്ല ഇൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നമ്മൾ കണ്ടല്ലോ, ഇഫ് യു ഡിസൊബേ യു വിൽ പണിഷ്ഡ്. പുതിയ നിയമത്തിലോ ന്യൂ ടെസ്റ്റമെൻറ്റ്, ഇഫ് യു ഡിസൊബേ ജീസസ് കമാൻഡ്മെൻറ്റ്സ് യു വിൽ ബി പണിഷ്ഡ് ഇറ്റേണൽ. നിത്യമായിട്ടുള്ള ശിക്ഷയാണ് ഇതനുസരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാതിരുന്നാൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വചനം എന്ന വേർഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ വചനഭാഗം ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല, ആരും പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആമേൻ. ഈ 42-3 വർഷങ്ങളുടെ ശുശ്രൂഷ യോടുള്ള ബന്ധത്തിൽ ഈ ഭാഗങ്ങൾ ഇങ്ങനെ, ഞാൻ പോകാത്ത സെമിനാറോ, ഞാൻ പങ്കെടുക്കാത്ത യുവജന മീറ്റിങ്ങുകളോ, ഞാൻ പങ്കെടുക്കാത്ത ദൈവദാസന്മാരുടെ യോഗങ്ങളോ ഈ കേരളക്കരയിൽ നിന്നല്ല, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നെങ്കിലും ഞാൻ പോകുമായിരുന്നു. എന്നാൽ ഈ ഒരു രീതി, ഈ ഒരു കൽപ്പനകൾ ഞാൻ ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇത് നീ അനുസരിക്കുന്നില്ല എങ്കിൽ യു വിൽ ബി പണിഷ്ഡ് ഇറ്റേണൽ. അതുകൊണ്ട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവദാസന്മാരോട്, സുവിശേഷകന്മാരോട്, ദൈവജനത്തോട് ഉറക്കെ വിളിച്ച് പറയുകയാണ്, കർത്താവിൻ്റെ ആമേൻ ഉപമകൾ മാത്രമല്ല, അത്ഭുതങ്ങൾ മാത്രമല്ല, ഏറെ പ്രാധാന്യം നൽകുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, ജനത്തെ ദൈവരാജ്യത്തിനായി ഒരുക്കണം. മത്തായിയുടെ വിശേഷം 19 അധ്യായം 17 വാക്യത്തിൽ എന്താ പറയുന്നത്? ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകൾ പ്രമാണിക്കുക. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിത്യജീവനിലേ, സ്വർഗത്തിലേ പ്രവേശിക്കണമെങ്കിൽ യേശു കർത്താവ് എന്ത് കൽപ്പനയാണ് തന്ന് അത് പ്രമാണിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ട് ഉഴപ്പി അടിച്ച് അതും ഇതും പ്രസംഗിച്ച് പറഞ്ഞ് ജനത്തെ ഇളക്കി, ഇതെല്ലാം ഞാൻ മുൻ കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ജനത്തെ ഇളക്കിക്കോ, കൈയടിപ്പിച്ചോ, ആത്മാവിലാക്കിക്കോ, നിങ്ങളുടെ രീതിയും ശൈലിയും എന്താണ് അതെല്ലാം ചെയ്തോ. ചെയ്യാതെ നിർവാഹമില്ലല്ലോ. ആമേൻ, സ്തോത്രം. പക്ഷേ കർത്താവിൻ്റെ വചനങ്ങൾക്ക്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക്, കർത്താവിൻ്റെ കൽപ്പനകൾക്ക് നാം ഒരുക്കപ്പെടേണ്ടതിന്, നാം സ്വർഗത്തിൽ പോകേണ്ടതിന് ദൈവം ആക്കിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കുന്നു. അത് ജനത്തെ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല, അതിനായി ജനത്തെ ഒരുക്കുന്നില്ല. അവർ നമ്മൾ പറയാതെ അവരെങ്ങനെ അറിയും? നാം പറയാതെ അവരെങ്ങനെ ഒരുങ്ങും? അവരെ ഒരുക്കാതെ അവരെങ്ങനെ സ്വർഗത്തിൽ പോകും? ഒരുങ്ങിയിരിക്കാത്തവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? യേശുവിൻ്റെ കൽപ്പന, വേർഡ് ഓഫ് ക്രൈസ്റ്റ് അനുസരിക്കുക, യേശുവിനെ സ്നേഹിക്കുക. ലവ് ദ ലോർഡ് ആൻഡ് ഒബേ ഹിസ് കമാൻഡ്മെൻറ്റ്. യേശുവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനങ്ങൾ, യേശു ചെയ്യുവാൻ ആവശ്യപ്പെട്ടതെല്ലാം ജീസസ് മോഡൽ ആൻഡ് പാറ്റേൺ ഓഫ് ദി അപ്പോസ്റ്റൽ. ആദിമസഭ മുതൽ എല്ലാവരും അനുവർത്തിച്ച് പോന്നു. ആകയാൽ സഭ എണ്ണത്തിൽ പെരുകി വരുവാനിടയിൽ തീർന്നു. എന്നാൽ ഞാൻ കഴിഞ്ഞ ഒരു വോയിസിൽ പറഞ്ഞതുപോലെ ഇന്നേക്ക് 120 വർഷങ്ങൾക്ക് മുൻപ് വരെ അങ്ങനെ തന്നെയായിരുന്നു തുടർന്ന് വന്നിരുന്നത് അപ്പോസ്തലന്മാരുടെ യേശുവിൻ്റെയും രീതിയും ആമേൻ പാറ്റേണും. എന്നാൽ 120 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുരുപദേശ സംഘം എഴുന്നേറ്റു, ഫാൾസ് ടീച്ചിങ്സ് ഗ്രൂപ്പ്, കൾട്ട്. അവർ പറയും ഈ ഗിരിപ്രഭാഷണവും യേശുവിൻ്റെ കൽപ്പനകളും അത് യഹൂദന്മാർക്കുള്ളതായിരുന്നു ഫസ്റ്റ് ഓഡിയൻസ്, അല്ലാതെ ഇന്നുള്ള നമുക്കുള്ളതല്ല എന്നവർ ജനത്തെ പഠിപ്പിച്ചു. ഇന്ന് നമ്മളും അത് തന്നെ തുടരുന്നു. സോ ദേ നെഗ്ലക്ട് ജീസസ് ടീച്ചിങ്സ് ആൻഡ് കമാൻഡ്മെൻറ്റ്സ്, വാട്ട് ദ അപ്പോസ്റ്റൽ ഒബേ ആൻഡ് ടീച്ച്. ബട്ട് ദേ സെഡ് ഇറ്റ് ഈസ് നോട്ട് ഫോർ അസ് ടുഡേ ബട്ട് ഓൺലി ഫോർ ദ ജ്യൂസ്. And they started to preach parables and miracles of Jesus continuing today.
ഹല്ലേലൂയ. അങ്ങനെ അന്നു മുതൽ അവർ യേശു അത്ഭുതങ്ങളും പറഞ്ഞ ഉപമകളും ആ വാക്യവും ഈ വാക്യവും ഒക്കെ പ്രസംഗിപ്പാൻ ആരംഭിച്ചു. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. അപ്രകാരം എന്ത് സംഭവിച്ചു? യേശു തൻ്റെ സഭയ്ക്ക് ക്രിസ്തു തൻ്റെ സഭയ്ക്ക് പ്രമാണിപ്പാൻ കൊടുത്തിരുന്ന കൽപ്പനകൾ തള്ളപ്പെട്ടുപോയി. ദുരുപദേശത്താൽ സഭ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ സഭയിൽ പ്രസംഗം എന്നതിനേക്കാൾ ഉപദേശത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമുള്ള അപ്പച്ചന്മാർ, പിതാക്കന്മാർ അതായിരുന്നു പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, വിശുദ്ധന്മാരുടെ ഉൽപ്രാപണം എന്നീ വിഷയങ്ങളൊക്കെ കേൾക്കുമായിരുന്നത്. ഇന്നത്തെ പ്രസംഗകരോ ഓടിവാ, ഇതാ പിടിച്ചോ, അനുഗ്രഹം, വിടുതൽ, എല്ലാവർക്കും അനുഗ്രഹം മതി, ഭൗതിക ഉയർച്ചയിൽ ഈ ഭൂമിയിൽ ജീവിക്കണം. ഇന്ന് ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെയായാൽ ക്രമേണ സഭയിൽ ആളുകൾ വരാതെയാകും. കാരണം ആർക്കും ഉപദേശം വേണ്ട. ജനം ക്രിസ്തുവിനോളം വളർന്ന് തലയോളം വളർന്ന് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവരാജ്യത്തിനായി ഒരുങ്ങേണ്ടതിന് നൽകിയിരിക്കുന്ന കൽപ്പനകൾ, ഉപദേശങ്ങൾ ആർക്കും വേണ്ട. അവ മറന്നു കളയുന്നു. പ്രസംഗകരും മറന്നു കളയുക, ഉപദേഷ്ടാക്കന്മാരും ആരും പഠിപ്പിക്കുന്നില്ല, ഉപദേശിക്കുന്നില്ല, ജനത്തെ ഒരുക്കുന്നില്ല. അതിലല്ല അവരുടെ ശ്രദ്ധ. ഇന്ന് വലിയ പ്രസംഗകനാകണം, എനിക്ക് ജനത്തെ ഇളക്കണം, ഞാൻ മിടുക്കനാണെന്നെല്ലാവരും പറയണം, ഇനിയും വിളിക്കണം, ഇപ്പോൾ കുറച്ച് സമ്പാദിക്കണം. സമ്പാദ്യമാണ്, സ്വരൂപിക്കുകയാണ്, ജീവിതമാണ്. ഈ ഭൂമിയിലുള്ള ജീവിതം നിത്യത നഷ്ടപ്പെടുത്തുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിത്യ യുഗങ്ങൾ നമ്മുടെ കർത്താവിനോടുകൂടെ ജീവിക്കേണ്ട യുഗങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് പ്രസംഗകന്മാർ. അവർ ഈ ലോകത്തിലുള്ളത് പ്രസംഗിച്ച് ജനത്തെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ളത് മാത്രം മതിയെന്ന് അവരും പഠിച്ച് ജീവിക്കുന്നു. അതിനുവേണ്ടി സമ്പാദിക്കുകയും ജീവിക്കുകയും സുഖകരമായി ജീവിക്കുകയും കർത്താവിൻ്റെ വചനത്തെയും കർത്താവിനെയും അവൻ്റെ രീതികളെയും മറന്നു കളയുന്നു. മടങ്ങി വരാം, നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം, ഉണരാം, നമ്മുടെ ജനത്തെ പഠിപ്പിക്കാം. ഹല്ലേലൂയ. അതിനായി ദൈവരാജ്യത്തിനായി ദൈവജനത്തെ ഒരുക്കാം. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. ആമേൻ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും. ഏവർക്കും നന്ദി.